ഇന്നിപ്പോൾ ഒരുങ്ങി റെഡിയായി കുട്ടിയുടുപ്പൊക്കെ ഇട്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മട്ടാഞ്ചേരി പോവാണ്. മട്ടാഞ്ചേരി കുരിയച്ചിൻ്റെ പള്ളിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ലേറ്റായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചധികം ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഹാർബർ പാലം കയറുന്നു. അപ്പോൾ ഈ ഒരു പാലം കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൊച്ചിയുടെ ആ ഒരു ചില്ല് വൈബ് അങ്ങ് മൈൻഡിലങ്ങ് സെറ്റ് ആവും കേട്ടോ. പാലം കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ വരും. അപ്പോൾ ഇത് നമ്മുടെ ഓൾഡ് ഹാർബർ ബ്രിഡ്ജ്, തൊട്ടപ്പുറത്ത് കാണുന്നത് പുതിയ പാലം. അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ് സ്ട്രീറ്റ്. ജ്യൂസ് സ്ട്രീറ്റിലൊന്നും ആരുമില്ല, തിരക്കില്ലാത്ത ജ്യൂസ് സ്ട്രീറ്റ് വേണമെങ്കിൽ കണ്ടോ കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 9-9:30 ആയി കാണും, അത്രയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ പള്ളിയിൽ നല്ല തിരക്കായിരുന്നു. എന്ന് ഞാൻ വിചാരിച്ച പോലെയൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വരുന്നതാണ്. അപ്പോൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു, നേർച്ചയിട്ടു, നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി കാണും. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ മട്ടാഞ്ചേരിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ്. തിരക്കൊന്നും ഇല്ലാത്ത നമ്മുടെ ജ്യൂസ് സ്ട്രീറ്റ് വീണ്ടും വീണ്ടും കണ്ടോളൂ. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ, പള്ളിയിൽ വരുന്ന ആൾക്കാരൊക്കെ ഈ വഴി വരുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നടക്കാനും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സമയത്തും. ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. രാത്രി ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമാണ്. തിരക്കൊന്നും ഇല്ലാതെ നടക്കാനും നല്ലതാണ്. കുട്ടികളും മുതിർന്ന ആൾക്കാരും എല്ലാവരും തന്നെ ഈ സമയത്തും ഇങ്ങനെ ഇതുവഴി നടക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇവിടെ കുറച്ച് നേരം നടന്ന് വിഷമിച്ചപ്പോൾ കുത്തിയിരുന്നു. അപ്പോൾ ജോസുണ്ട് എങ്ങോട്ട് പോയി എത്തി നോക്കണേ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു ക്ലോക്കൊക്കെ വെച്ചേക്കുന്ന ഒരു സൈഡ് വരെ ചുമ്മാ അങ്ങ് നടന്ന് ചെന്നു. എപ്പോഴും പോകാറുള്ള സ്ഥലം തന്നെയാണ്, എന്നാലും ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് എൻട്രൻസ് ഇല്ല ഈ ടൈമിൽ. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് നടന്ന് ആ ഒരു വൈബൊക്കെ സെറ്റാക്കി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ.